ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം നൽകിയ അവകാശങ്ങളെ അപഹരിച്ചു കൊണ്ടുപോകുവാൻ ഒരു ശത്രുവിനെയും ദൈവം അനുവദിക്കില്ല. ഒരു പൈശാചിക ശക്തികളെയും ദുർഭൂത ശക്തികളെയും നിങ്ങളുടെ ആത്മീയ നന്മകളെ, ഭൗതിക നന്മകളെ അപഹരിക്കുവാൻ ദൈവം അനുവദിക്കില്ല. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന ദൂത് അതാണ്. ദൈവം നൽകിയ അവകാശത്തെ ഒരു ശത്രുവും അപഹരിക്കില്ല. ഹല്ലേലൂയ, ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഗിദെയോൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദ്യം ചോദിക്കുക, യഹോവ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ പിതാക്കന്മാരുടെ അവകാശങ്ങളെയൊക്കെ പിശാച്, ശത്രു, മിദ്യാനിൽ അപഹരിച്ചുകൊണ്ട് പോകുന്നല്ലോ. ദൈവം പറഞ്ഞു, മിദ്യാനിൽ അപഹരിച്ചുകൊണ്ട് പോയി കുറെ നാളത്തേക്ക് അനുവദിച്ചു, പക്ഷേ നീ ഈ ജനത്തെ, ഈ മിദ്യാനിനെ നീ തോൽപ്പിക്കും, നീ അവകാശങ്ങളെ തിരിച്ചു പിടിക്കും, നിന്റെ ഈ ബലത്തോടെ പോകാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ആലോചന ഇതാണ്. ദൈവം നിങ്ങൾക്ക് തന്ന അവകാശത്തെ നിങ്ങൾ പിടിച്ചു വെക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ചോർത്തിക്കൊണ്ട് പോകുന്ന, നിങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ശത്രുക്കളെ നിങ്ങൾക്ക് ഓടിക്കാനുള്ള ബലം ദൈവം തരും. ആ അവകാശങ്ങൾ നിങ്ങൾ അനുഭവിക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. 125-ാം സങ്കീർത്തനത്തിലൊരു വാക്യം ഇങ്ങനെയുണ്ട്, 3-ാം വാക്യം: നീതിമാന്മാർ നീതികളിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ പിശാച് വച്ചിരിക്കുന്ന സകല അധികാര ചെങ്കോൽ, ദുഷ്ടന്റെ ചെങ്കോൽ നിങ്ങളുടെ അവകാശത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ ഇരിക്കാൻ ദൈവം സമ്മതിക്കില്ല. എന്ന് പറയണം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഇതിനെ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 3:16 ഞാൻ പറഞ്ഞത്. അത് നമ്മൾ പറയണം. ഹല്ലേലൂയ. എൻ്റെ തലമുറ ദൈവം നൽകിയ ദാനമാണ്, ദൈവം നൽകിയതാണ്. ചിലർ പറയുന്നത്, ഞങ്ങളാ ജനിപ്പിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങളാ ജനിപ്പിച്ചെങ്കിൽ ഞങ്ങൾ അടിക്കും, ശിക്ഷിക്കും. ദൈവം നൽകിയ ദാനമാണ് എന്ന് ഞാൻ പറയുമ്പോഴാണ് ഇതിനെ പിശാചിന് ഇനി അവകാശമില്ല, ഇത് ദൈവത്തിൻ്റെതാണ്. എനിക്ക് നൽകിയ സാമ്പത്തിക നന്മകൾ, അത് വസ്തുവാകട്ടെ, ഭവനമാകട്ടെ, പണമാകട്ടെ, വാഹനങ്ങളാകട്ടെ, എന്തൊക്കെ നന്മകളുണ്ടോ, ബാങ്ക് ബാലൻസുകളാകട്ടെ, ഇത് ദൈവം നൽകിയ ദാനമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽ ശത്രുവിന് അവകാശമില്ല. ദൈവം നൽകിയ ദാനമെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിനായി നമ്മൾ വേർതിരിക്കുന്നവരാകണം, ദൈവത്തിനായി സമർപ്പിക്കുന്നവരാകണം. ശത്രുവിന് നിങ്ങളുടെ നന്മകളുടെ മേൽ ഒരധികാരവും ചെലുത്താൻ അവകാശമില്ല. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിച്ചു തരുന്നതാണ് ദൈവമക്കൾക്കുള്ള നന്മകൾ. അത് മക്കളാണെങ്കിലും, മക്കളെ യഹോവ നൽകുന്ന ദാനം, ഉദരഫലം തരുന്ന പ്രതിഫലം ദൈവം അനുഗ്രഹിച്ചു തരുന്ന, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ വന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് അതിനെ സമർപ്പിച്ച് കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെ വകയായി തന്നെ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ തന്നെ ദൈവം അംഗീകരിക്കുകയാണ്. അവിടെയാണ് അതിനെ അപഹരിക്കാൻ വരുന്ന ശത്രുവിനെ ദൈവം ഓടിച്ചു കളയും. ഹല്ലേലൂയ, ആമേൻ. ദൈവം തരുന്ന അവകാശം. ഹല്ലേലൂയ. ദൈവം യോശുവയോട് പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തിന് അവകാശം വിഭാഗിച്ചു കൊടുക്കും. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അടിമത്തത്തിൽ കടന്ന് നിങ്ങളെ പിതാക്കന്മാരോട് ദൈവം കൊടുത്ത വാഗ്ദത്തം അനുസരിച്ച് നിങ്ങൾക്ക് വരേണ്ട ഈ നന്മ നീ വേണം അവകാശമായി വിഭാഗിച്ചു കൊടുക്കാൻ. ദൈവം യോശുവയെ ചുമതലപ്പെടുത്തി. ശത്രുവിനെ ഓടിച്ച്, ഈ ജാതികളെ ഓടിച്ച്, ദൈവം വെറുതെ ഓടിച്ചതല്ല, ആ ജാതികളുടെ ദുഷ്ടത വലുതായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവം ഓടിച്ചു. ദൈവം നീതിമാനാണ്. ആ ജനത്തിന്റെ ദുഷ്ടത വലുതായതുകൊണ്ട് അവരെ ഓടിച്ചു. പിതാക്കന്മാരോട് ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിവർത്തിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയ നന്മകൾ ദൈവം വെളിപ്പെടുത്തി തരട്ടെ, അത് പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ മാസം, ഈ ദിവസങ്ങൾ തന്നെ അവകാശങ്ങൾ ദൈവം തരട്ടെ. അത് ഭൗതിക അവകാശങ്ങളാകാം, ഇനി ആത്മീയ അവകാശങ്ങളാകാം. കൊലോസ്യ ലേഖനത്തിലെ ആ വാക്യം ഇങ്ങനെയാണ്, 1-ാം അധ്യായം 12-ാം വാക്യം: വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും ചെയ്ത ദൈവം. ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുമ്പോൾ വിശുദ്ധന്മാരാക്കി ദൈവം മാറ്റുകയാണ്. നമ്മുടെ അശുദ്ധിയൊക്കെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി നമ്മളെ വിശുദ്ധന്മാരാക്കി ക്രിസ്തുവിനെ പോലെ ആക്കുകയാണ്. എന്നിട്ട് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ദൈവം ഒരു അവകാശം വെച്ചിട്ടുണ്ട്. നേരത്തെ ഇരുളിൽ കിടന്ന ഞാൻ, ഇരുട്ടിൻ്റെ അടിമത്തത്തിൽ കിടന്ന ഞാൻ, മരണത്തിലേക്ക് നീങ്ങിയ ഞാൻ ഇന്ന് വിശുദ്ധന്മാരായി വെളിച്ചത്തിൽ വന്നിരിക്കുക. വെളിച്ചത്തിൽ എനിക്കൊരു അവകാശമുണ്ട്. നിങ്ങളുടെ കുടുംബം വെളിച്ചത്തിൽ നടക്കണം. നിങ്ങളുടെ കുടുംബം വെളിച്ചത്തിൻ്റെ അവകാശം അനുഭവിക്കണം. നിങ്ങളുടെ കുടുംബം ബ്രൈറ്റ് ആകണം, ഷൈൻ ചെയ്യണം, ശോഭിക്കണം ക്രിസ്തു നിമിത്തം. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ തലമുറകളുടെ നന്മകൾ ഭവനത്തിൽ ഉണ്ടാകട്ടെ.
തലമുറകളുടെ സന്തോഷവും ആനന്ദവും. ചില ഭവനങ്ങളിൽ തലമുറ ഒത്തിരി ഉണ്ടെങ്കിലും ആരും സമാധാനം തരുന്നവരില്ല, ആശ്വാസം തരുന്നവരില്ല, സ്വസ്ഥത തരുന്നവരില്ല, നന്മ ഭവനത്തിൽ കൊണ്ടുവരുന്നവരില്ല. മുടിച്ചു കളയുന്നവരാ പലരും. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറ നന്മ കൊണ്ടുവരുന്നവരാകട്ടെ, നിങ്ങൾക്ക് ആശ്വാസം തരുന്നവരാകട്ടെ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം, അഭിവൃദ്ധിപ്പെടണം, എനിക്ക് സ്വസ്ഥത തരണം, പൈസ തന്നില്ലെങ്കിൽ സമാധാനം തരണം, കൂടെ നിൽക്കണം, തറതല പറയരുത്, ബഹളം ഉണ്ടാക്കരുത്, അലമ്പുണ്ടാക്കരുത്, കുടുംബത്തിൽ വഴക്കുണ്ടാക്കരുത്. അവർ ജോലി പഠിക്കണം, ജോലി ഉണ്ടാകണം, അവർക്ക് നല്ല തലമുറ ഉണ്ടാകണം, അവർ ശ്രേഷ്ഠത അനുഭവിക്കണം. ഇതെല്ലാം ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ ദൈവം തരും, ദൈവം തരും. ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ തലമുറയ്ക്ക് അവകാശം ദൈവം തരും. നിങ്ങൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചോ, ദൈവം ആ നന്മകൾ കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ദൈവനാമത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിച്ചതിന് അതൊന്നും വൃഥാവായി തീരുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നീതിമാന്റെ അവകാശത്തിൻ്റെ മേലുള്ള ദുഷ്ട അവകാശങ്ങളെ ദൈവം എടുത്തു കളയും. ഹല്ലേലൂയ. ദുഷ്ടന്റെ ചെങ്കോൽ ദൈവത്തിൻ്റെ മക്കളുടെ അവകാശത്തിന് മേൽ ഇരിക്കാൻ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. 16-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ദാസന് ദാവീദ് പറയുന്നൊരു വാക്യമുണ്ട്. എൻ്റെ അവകാശത്തിൻ്റെയും എൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, നല്ലൊരു അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് വേറെ ഒന്നുമല്ല, ലാൻഡല്ല, കെട്ടിടമല്ല, വാഹനമല്ല, പണമല്ല, യഹോവ തന്നെ എൻ്റെ അവകാശം. ഹല്ലേലൂയ. അതൊന്ന് വിശ്വസിക്ക്, അത് പറ. യേശുവാണ് എൻ്റെ അവകാശം, യേശുവാണ് എൻ്റെ അവകാശം. ഞാൻ യേശുവിലാണ്, അവനുള്ളതെല്ലാം എനിക്കായി മാറും. പ്രിയ കർത്താവേ, ഈ വചന സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ അവകാശങ്ങളുടെ മേൽ, ദൈവം നൽകിയ അവകാശങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്താൻ നോക്കുന്ന കർത്താവെ, നുഴഞ്ഞു കയറി നന്മകൾ അപഹരിക്കാൻ നോക്കുന്ന സകല പൈശാചിക ദുർഭൂത ശക്തികൾ മക്കളുടെ കുടുംബം വിട്ട് മാറിപ്പോകട്ടെ, അവരുടെ തലമുറ വിട്ട് മാറട്ടെ, അവരുടെ ഭവനം വിട്ട് മാറട്ടെ, അവരുടെ ശരീരം വിട്ട് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക അവകാശങ്ങൾ, അതിൻ്റെ അനുഗ്രഹങ്ങൾ ഇവരുടെ മേൽ വരട്ടെ, അവരുടെ കുടുംബത്തിൽ വരട്ടെ, അവരുടെ കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദുഷ്ട പിശാചിൻ്റെ അവകാശങ്ങളും മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ അവകാശങ്ങൾ നിറഞ്ഞു വരട്ടെ, സമൃദ്ധി അനുഭവിക്കട്ടെ, സ്വസ്ഥത അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, നിന്റെ സമാധാനത്താൽ ഈ മക്കളെ നിറയ്ക്കണം. അത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളുടെ അവകാശത്തെ ഒരു ശത്രുവും കൈവശപ്പെടുത്തുകയില്ല. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നന്മകൾ നൽകി തരും. ഈ സന്ദേശം നിങ്ങൾ പതിപോലെ കുറെ പേർക്ക് പങ്കുവെക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.